നമ്മളുടെ മട്ടാഞ്ചേരിയിലുള്ള ജൂവിഷ് ചർച്ചാണ് ഈ കാണുന്നത്. സത്യത്തിൽ ഇവിടെ വരണമെന്ന് പല തവണ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അതിന് സാധിച്ചത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. 1568 ഇത് ബിൽഡ് ചെയ്തതെന്ന് ഓർക്കണം. എന്തായാലും നമുക്ക് ചെരുപ്പൊക്കെ ഊരി നമുക്കൊന്ന് അകത്തേക്ക് കയറി നോക്കാം. ഇത് ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. കുറച്ച് മുമ്പ് ഞാൻ നമ്മുടെ മട്ടാഞ്ചേരി പാലസ്, ഡച്ച് പാലസിൽ പോയായിരുന്നു. അതിന് 5 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് 50 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു എൻട്രി ഫീസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം കൂടിയുണ്ട്. ഇതിൻ്റെ ഈ പള്ളിയുടെ തന്നെ ഭാഗമാണ്, ചർച്ചിൻ്റെ തന്നെ ഭാഗമാണ്. അതും കൂടി ഒന്ന് കാണണം. ഇത് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ഒത്തിരി ലൈറ്റ്സ് ഉണ്ടെന്നുള്ളത്. അതെന്തായാലും എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ആ ഒരു എന്താ പറയുക, ആ സീലിംഗ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. 1568 ഇത് ബിൽഡ് ചെയ്തെങ്കിലും പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു 1968 അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് തുറന്നു കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുവരെ ഇതൊരു വർഷിപ്പ് കേന്ദ്രം തന്നെ ആയിരുന്നു. മുകളിലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഇരിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ആൾട്ടറിൽ ആ വർഷിപ്പ് നടക്കാൻ നേരത്ത് മുകളിലും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ഇത്. ഈ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം കണ്ടോ, ഇതിന് ബീമേന്നാണ് കേട്ടോ പറയണേ. അതായത് വർഷിപ്പ് നടക്കാൻ നേരത്ത് ആ ഒരു ഹോളി സ്ക്രിപ്റ്റേഴ്സൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും കൊള്ളാം. ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതും കാണാം. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മ്യൂസിയം കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് പോയി കാണണം. എന്തായാലും വെർത്താണ് കേട്ടോ. കണ്ടിരിക്കാൻ രസകരമാണ്.